അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ ഉപദേശിച്ച ധാരാളം ഉപദേശങ്ങൾ ഇതിനു മുമ്പ് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇന്നും ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, യാ ബുനയ്യ, ഓ മോനെ, ഉർജുല്ലാഹ റജാഅൻ ലാ തഅമന്ന ഫീഹി മക്റ. അള്ളാഹുവിനെ നീ വല്ലാത്ത ആഗ്രഹിക്കുന്നവനും അള്ളാഹുവിനെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നവനും അള്ളാഹുവിനെ കുറിച്ച് നല്ല മതിപ്പ് നിനക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. അള്ളാഹുവിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ ഒരു നിലക്കും അവൻ പരാജയപ്പെടുത്തില്ല, അള്ളാഹു എന്നെ കൊടുക്കില്ല, അള്ളാഹു എനിക്ക് പൂർണ്ണമായി എല്ലാ വിധത്തിലുള്ള സന്തോഷം നൽകുമെന്നുള്ള ആ പൂർണ്ണമായ ആഗ്രഹം നമ്മളെ കൽബിൽ എന്നും ഉണ്ടാവേണ്ടതാണ്. ഒരു അടിമക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അങ്ങനെ ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തഅമന്ന ഫീഹി മക്റഹു. അവിടെ നീ അള്ളാഹുവിൻ്റെ ചതിയെ തൊട്ട് നീ നിർഭയനാകരുത്. അതായത് അള്ളാഹുവിനെ ആഗ്രഹിച്ച് എന്തും ഹറാമിത്ത് ചെയ്യാൻ എന്തു ചെയ്താലും അള്ളാഹു ബരുതപ്പെടുമെന്നുള്ള ചിന്തയിൽ അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഊഫാണ്, അള്ളാഹു എല്ലാ പാപങ്ങളും വിട്ടുകൊടുക്കുന്നവനാണ്, ഇന്ന അമലുകളൊക്കെ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു അങ്ങനെ പൊരുത്തത്തരും, അള്ളാഹു ഇങ്ങനെ മാഫ് ചെയ്തു തരും, അങ്ങനെയൊക്കെ ചിന്തിക്കണം. പക്ഷെ അതിൻ്റെ പേരിൽ എല്ലാ ഹറാമിയത്തുകളൊക്കെ ചെയ്യാനുള്ള ആ ആഗ്രഹം നിന്റെ കൽബിൽ ഉണ്ടാകരുത്. അള്ളാഹു എപ്പോഴാണ് പൊടിക്കുക എന്നറിയില്ല, അള്ളാഹു എപ്പോഴാണ് ശിക്ഷിക്കുക എന്നറിയില്ല. ചിലപ്പോൾ ചെറിയൊരു ദോഷം കൊണ്ടായിരിക്കും അള്ളാഹു നമ്മെ ദേഷ്യപ്പെടുന്നത്. അങ്ങനെ അവൻ ദേഷ്യപ്പെട്ടു പോയാൽ പിന്നെ നാം പരാജയപ്പെട്ടു, പിന്നെ നമ്മുടെ നാശമാണ് പിന്നെ തുടങ്ങാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളം ആഗ്രഹിക്കണം. അതോടുകൂടെ അവൻ്റെ ശിക്ഷയെ തൊട്ടും നാം പേടിക്കുന്നവരാകണം. അതാണ് ബഹുമാനപ്പെട്ട വീണ്ടും പറയുന്നത്, അള്ളാഹുവിനെ തൊട്ട് നീ വല്ലാത്ത ഭയമുള്ളവനാകണം. അതായത് ഒന്നാമത്തത് അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവനാകണം, അതോടുകൂടെ അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭയമുള്ളവനാകണം. പക്ഷെ അവൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാനും പാടില്ല. നല്ല ആഗ്രഹിക്കണം, അതോടുകൂടെ അള്ളാഹുവിനെ പേടിക്കണം. എന്നെ പേടിച്ച് അള്ളാഹു ഒരു നിലക്കും എനിക്ക് റഹ്മത്ത് നൽകില്ല, ഇനി ഒരു നിലക്കും എനിക്ക് മാഫ് നൽകില്ല എന്ന് പറഞ്ഞ് ഒരു നിലക്ക് പോലും ആശമുറിയുന്നവൻ ആയിപ്പോകരുത്. ഇന്നും അള്ളാഹുവിനെ ഭയപ്പെടലോടുകൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയുന്നവനാകരുത്. നാം എത്ര വലിയ ദോഷം ചെയ്തവരാണെങ്കിലും എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാരുണ്യവനാണ്. അവനിലേക്ക് മടങ്ങുമ്പോൾ, അവനിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ തീർച്ചയായും അള്ളാഹു മാഫ് നൽകും, അള്ളാഹു ഇഷ്ടപ്പെടും. ഇതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഉപദേശം. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടുത്തെ മകൻ ചോദിച്ചു, വകൈഫ അസ്തതിഉ ദാലിക യാ അബി. അതായത് ഈ രണ്ട് അവസ്ഥയിലാണ് ഒരാൾ ഉണ്ടാകണം എന്നല്ലേ പറഞ്ഞത്. ഒരാൾക്ക് ഒന്നേയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരേ സമയത്ത് രണ്ടവസ്ഥ എങ്ങനെ ഉണ്ടാവുക? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഇന്നൽ മുഅ്മിന കദീ ഖൽബൈനി ഖൽബുൻ യർജൂ ബിഹി വഖൽബുൻ യുഖാഫു ബിഹി. വല്ലാത്തൊരു വാക്കാണ്. ഒരു മനുഷ്യനിക്ക് ഒരു സമയത്ത് അവൻ്റെ കൽബ് കൊണ്ട് ഒരേ വിഷയമേ അവനിക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ പേടിക്കാൻ പറ്റുമോ? ഒരാൾക്ക് അള്ളാഹുവിനെ പേടിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ ആഗ്രഹിക്കാൻ പറ്റുമോ? ഒരേ കൽബല്ലേ ഉള്ളൂ, അതെങ്ങനെ ഒരേ സമയത്ത് ആവുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മുഅ്മിന് എന്ന് പറയുമ്പോൾ അവനിക്ക് രണ്ട് കൽബ് ഉള്ളതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അതേ അവൻ അല്ലാഹുവിനെ നല്ല നിലക്ക് ആഗ്രഹിക്കുമ്പോൾ അപ്പം തന്നെ അല്ലാഹുവിനെ അവൻ പേടിക്കും. അവൻ നല്ല നിലക്ക് അല്ലാഹുവിനെ പേടിക്കുമ്പോൾ അപ്പം തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ മതിപ്പും അവൻ്റെ റഹ്മത്തും അതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ആ നല്ല ചിന്തകൾ, ആ നല്ല ആഗ്രഹങ്ങൾ അവൻ്റെ കൽബിൽ വരും. ഇങ്ങനെ ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ രണ്ട് കൽബ് ഉള്ളതുപോലെയാണ് അവൻ പ്രവർത്തിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട
ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. വല്ലാത്തൊരു ഉപദേശമാണ്. മൊത്തത്ത് പറഞ്ഞാൽ അതേ മുഅ്മിനായ നമ്മുടെ ഖൽബിൽ എന്നും അള്ളാഹുവിനെ കുറിച്ച് നല്ല ആഗ്രഹമുണ്ടാകണം. അതോടുകൂടെ അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭയമുണ്ടാകണം. ഭയന്ന് അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിനെ തൊട്ട് ആശ മറഞ്ഞു പോകരുത്. ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ആഗ്രഹിക്കുന്നവനാകണം. ഇനി ആഗ്രഹിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഒരു പേടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭയമുള്ളവനാകണം. ഇതാണ് ഒരു മൂമിൻ ചെയ്യേണ്ട, മൂമിനിൻ്റെ അള്ളാഹുമായിട്ട് ചിന്തിക്കേണ്ട രൂപം ഇങ്ങനെയാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.